ഒന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇതിനു മുമ്പ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ പെടുന്നത് ആയിരുന്നു. അടുത്തത്, കേരളത്തിലെ പെലെ എന്നറിയപ്പെട്ടത്, കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത് TKS മണിയാണ്. TKS മണി. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവായിരുന്നത് ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത്, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ആരുടേതാണ്? MN റോയിയുടേതാണ്. MN റോയ്. കൃതിയുടെ പേര് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. പാമ്പാർ. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായിട്ടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതിയാണ്. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. പാലിയം സത്യാഗ്രഹം 1947. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം, മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നാണ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം. മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാറാണ്. ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയാണ് കർണാടകയും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാടാണ്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം.
സോഡാ വെള്ളത്തിലെ ലീനം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ വെള്ളത്തിലെ ലീനം. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്? ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? അയ്യങ്കാളി. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ? സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആനന്ദ് മോഹൻ ചക്രവർത്തി. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം? 1948 ജനുവരി 30. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏതു രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്നാണ്? 1984 മെയ് 24 കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. 1984 മെയ് 24. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്? അറിയപ്പെടുന്നത് ഫ്ലോറ എന്നാണ്. ഫ്ലോറ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത്? അംശി നാരായണ പിള്ളയാണ്. ഏത് സത്യാഗ്രഹത്തിലാണ് ഉടനീളം ആലപിച്ചത് വരിക വരിക സഹചരേ എന്ന ഗാനം? ഉപ്പ് സത്യാഗ്രഹത്തിലാണ്. രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പൊളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്? രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം? 3:2 ആണ്. 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്
പാമ്പാറാണ്, പാമ്പാർ. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത് എന്തിനെ ചൂടാക്കുമ്പോഴാണ്? ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോഴാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയത് കബനി നദി. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്നത് 20 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കുവാനെടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ഹ്രസ്വരൂപം 20 സെക്കൻഡ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിതയാണ് KC എല്ലമ്മ. KC എല്ലമ്മ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ് ഘോഷാണ്. അരബിന്ദ് ഘോഷ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്നത്. കേരള മൊപ്പാസാങ് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ള. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായരാണ്. സി കൃഷ്ണൻ നായർ. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരമാണ് വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങളാണ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണാണ് ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ വയലറ്റ്. അയഡോപ്സിൻ ആണ് വിഷ്വൽ വയലറ്റ് എന്ന് അറിയപ്പെടുന്നത്. അയഡോപ്സിൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷനാണ് മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്.
വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ് മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത മാലിയബിലിറ്റി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് ഏത് ബാങ്കിന്റെ പഴയ പേരായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. നോവലാണ് ആനന്ദമഠം. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയാണ്. ലബോറട്ടറി ഉപകരണങ്ങൾ തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ്. ലബോറട്ടറി ഉപകരണങ്ങൾ തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലമാണ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 മീററ്റിലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി കെ കേളപ്പൻ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആര്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ്. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകരയിൽ 1953 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ശ്രീലങ്കയാണ്. ശ്രീലങ്ക. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യരാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത്.
മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്ന്? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശാണ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മത്സ്യഫെഡിന്റെ വാർത്താപത്രിക മത്സ്യഫെഡിന്റെ വാർത്താപത്രികയാണ് മത്സ്യം. തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ ഭാരതപ്പുഴ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല? മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. മലപ്പുറം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഡോട്ട്സ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി പദ്ധതിയാണ് ബക്രാനങ്കൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഫിറമോൺ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ലാണ്. നെല്ല്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന കെ കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോട്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപികയാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ആരെഴുതിയതാണ്? വള്ളത്തോളാണ്. ആരെക്കുറിച്ചാണ്? ഗാന്ധിജിയെക്കുറിച്ച്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. പുസ്തകത്തിന്റെ പേര് എ നേഷൻ ഇൻ മേക്കിംഗ്. രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയിലെ പ്രധാന ഖാരീഫ് വിള നെല്ല്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? ചെമ്മീനാണ്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് ചെമ്മീൻ.
മലയാളത്തിൽ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ ഏതാണ്? മലയാളത്തിൽ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ പുഴ.com. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം? കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത്. എന്തിന്റെ അയിരാണ് ഗലീന? കറുത്തീയം. കറുത്തീയത്തിന്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? ക്ഷയം. വൈറ്റ് പ്ലേഗ്, ക്ഷയം. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ബാലഗുരു. വാഗ്ഭടാനന്ദനാണ് ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. വാഗ്ഭടാനന്ദൻ. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി? കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിലാണ്. കാവേരി. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? പ്രതീക്ഷ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം? ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോൻ ആണ്. MGK മേനോൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? കാനഡയാണ്. കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം. ഫെഡറൽ സംവിധാനം. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി. മാഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്. ആഴ്സനിക്കിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് മാഷ് ടെസ്റ്റ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം? ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? തെക്കേ അറ്റം നെയ്യാറാണ്. നെയ്യാർ. കേരളത്തിൽ ആകെ നദികൾ 44. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധിയാണ്. നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്? വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? മൂർക്കോത്ത് കുമാരനാണ്. പ്രസിദ്ധീകരണത്തിന്റെ പേര് വിദ്യാലയം. ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥൻ.
ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ശുക്രൻ. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാറാണ്. K ശ്രീകുമാർ. തൂലിക നാമം ആശാ മേനോൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ലെസർ ഹിമാലയ. ഹിമാചലാണ് ലെസർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തി. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ എന്ന വർണ്ണവസ്തുവാണ് പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത്. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. കാർഗിൽ യുദ്ധം 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം. പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997. 1997. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ML ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രിയാണ് ML ഗോവിന്ദൻ നായർ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. കോട്ടയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷ നൈട്രജനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ബാക്ടീരിയ റൈസോബിയം. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജമാണ്. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. തൃശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ചുവന്ന മണ്ണാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് 1907 മാഡം ബികാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗട്ട്?
സ്റ്റഡ്ഗട്ട് ജർമ്മനിയിലാണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലെ വർഷം 1907. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s. 11.2 km/s. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേത രക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേത രക്താണുക്കൾ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ഗുരുശിഖർ ആരവല്ലി നിരയുടെ ഭാഗമാണ്. ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന മധ്യ ഏഷ്യയിലെ പീഠഭൂമി ഏത്? പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന മധ്യ ഏഷ്യയിലെ പീഠഭൂമി. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത്? കൃഷിയിടമാണ്. കൃഷിയിടം ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന നിറം മഞ്ഞ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്കാണ് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാക്കുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം സൊളാനിൻ. പദാർത്ഥത്തിന്റെ പേര് സൊളാനിൻ. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ സിംല കരാറാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ്. വർഷം 1972. സിംല കരാറിൽ ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം 1971 ഇന്ത്യ പാക് യുദ്ധം. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്നാണ്. അവശിഷ്ടാധികാരം. 1958 ഒരെണ്ണ സമരം നടന്നത് എവിടെയാണ്? കുട്ടനാടാണ്. കുട്ടനാട്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? 17 ഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 17. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നാഗോട്ടകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നാഗോട്ടകൾ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു നദിയാണ്. സിന്ധു നദി. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം
സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ എന്തിനുള്ള ഉപകരണമാണ്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി സമുദായമാണ്. നമ്പൂതിരി സമുദായം. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. 1857 കലാപത്തിൽ ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഷാമാലാണ്. ഷാമാൽ. 1857 കലാപത്തിന് ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാൽ. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ആനക്കരയിലാണ് കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത്. നന്ദലാൽ ബോസ്. കേരളത്തിന്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ സോക്രട്ടീസ് എന്ന് അറിയപ്പെട്ടത്. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതായിരുന്നു? സാന്താൾ കലാപമായിരുന്നു. സാന്താൾ കലാപം. ഗുരുക്കളുടെയെല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. ഗുരുക്കളുടെയെല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യ. ഹിമാലയം ഡാഷ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? കരിഞ്ചന്ത എന്ന നാടകം VT ഭട്ടതിരിപ്പാട്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം കൊറണ്ടമാണ്. കൊറണ്ടം. ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്താണ്. സൂറത്താണ് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചരിവാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചരിവ്. പറയിപ്പറ്റ പന്തീരുകുലത്തെ അവലംബിച്ച് N. മോഹനൻ രചിച്ച നോവലാണ് ഇന്നലത്തെ മഴ. നോവലിന്റെ പേര് ഇന്നലത്തെ മഴ. ചൊവ്വയിലേക്ക് പെർസിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം USA ആണ്. USA ആണ് ചൊവ്വയിലേക്ക് പെർസിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ എന്നതാണ്. സർവഭവന്തു സുഖിനോ എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ്. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഒക്ടോബർ 27. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഒക്ടോബർ 27. എൻ്റെ രാജ്യം എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? LK അദ്വാനി. ആത്മകഥയുടെ പേര് എൻ്റെ രാജ്യം എൻ്റെ ജീവിതം. ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ബിഹു ആസാമിലാണ്. ആസാം. തുളസീദാസ്, കബീർദാസ്, മീരാഭായ് എന്നിവരുടെ
ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന അസമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. സാത്രിയ എവിടത്തെ നൃത്ത സംഗീത രൂപമാണ്? ആസാമിലെ നൃത്ത സംഗീത രൂപമാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. തിരുവിതാംകൂറിലെ മഗ്നാകാട്ട എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിലെ മഗ്നാകാട്ട പണ്ടാരപ്പാട്ട വിപ്ലവം. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത് വെള്ളനാടാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത് വെള്ളനാട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 ആണ്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. പേശികളില്ലാത്ത അവയവം. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ലോകബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ്. ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ എന്നത്? അൺബ്രേക്കബിൾ മേരി കോമിന്റെ ആത്മകഥയുടെ പേരാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏതിനം താപപ്രേഷണം മൂലമാണ്? വികിരണം മൂലമാണ്. വികിരണം. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിലിറ്റർ. 300 മില്ലിലിറ്റർ ആണ്. 300 മില്ലിലിറ്റർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഉള്ളത്. 30 ഡിഗ്രി. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്നത്. സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്തിനുപയോഗിക്കുന്നു? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്. സ്റ്റേ ഓർഡർ പ്രോഹിബിഷൻ ആണ്. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ് വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം. ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയിരാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയർ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണ ഗ്രന്ഥമായി കണക്കാക്കുന്ന വ്യവഹാരമാല എന്ന പുസ്തകം രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്ന പുസ്തകമാണ് വ്യവഹാരമാല. രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടന സാധുജന വിമോചന സംയുക്ത വേദി. അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയുവാൻ കഴിയുന്ന രോഗം ഗോയിറ്റർ. അയഡൈഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗമാണ് ഗോയിറ്റർ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വൻകരകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്?
ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഘൂർണന ചലനം. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ടിറോസ് 1 ആണ്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ടിറോസ് 1. നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? പാസ്കൽ തത്വത്തിന് ഉദാഹരണമാണ്. പാസ്കൽ തത്വം. സ്വന്തമായി കാന്തിക വലയമുള്ള ഒരേയൊരു ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ് ആണ്. സ്വന്തമായി കാന്തിക വലയമുള്ള ഒരേയൊരു ഉപഗ്രഹം ഗാനിമീഡ്. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി. ഏതിൻ്റെ അയിരാണ്? സ്പെറിലൈറ്റ്. സ്പെറിലൈറ്റ് പ്ലാറ്റിനത്തിന്റെ അയിരാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം ആലുവ പാലമാണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം ബിക്കാജി കാമ. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം 1963. 1963 ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചത് പി.കെ. ഭാവയാണ്. പി.കെ. ഭാവ. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ പച്ച, ചുവപ്പ് എന്നിവയാണ്. പച്ച, ചുവപ്പ്. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കണ്ണൂർ ജില്ല. ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണമാണ് ചന്ദനം. ധാതു സമ്പത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏതാണ്? തമിഴാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഇപ്പോൾ 11 ഭാഷകളാണ് ഉള്ളത്. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നി. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക് ആണ്. നാസിക്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. കേരള ചരിത്ര മാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കൊഴുപ്പ് നീതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ് നിർമ്മിക്കുന്നത്? സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്കിലാണ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയെയും. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളമാണ് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ.
പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ഹോക്കി. ധൻരാജ് പിള്ള ഹോക്കി. ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ്. പ്രിസം. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ധാതുക്കളുടെ രാജാവ് സ്വർണം. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1991. 1991. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. നവഭാരതത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? മയിലാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ഗംഗാ നദിയിലൂടെയാണ്. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. N ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോണുകൾ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. വർണ്ണാന്തത അറിയപ്പെടുന്ന പേര്? വർണ്ണാന്തത ഡാൽട്ടനിസം. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്? നാണു ആശാൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെട്ടത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത്. ഭക്തകവി എന്നറിയപ്പെടുന്നത്? ഭക്തകവി പൂന്താനം. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997. 1997. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ഉണ്ട്? 5 വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത്. 5 വൻകരകളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രമാണ് കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണം. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ? പുസ്തകത്തിന്റെ പേര് എൻ്റെ ഡയറി. രചിച്ചത് AK ഗോപാലൻ. കരിന്തണ്ടൻ എന്ന പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ താമരശ്ശേരി ചുരം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത.
ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ആദ്യമായിട്ട് വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. 1920കളിൽ മദാരി പാസയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം. പ്രക്ഷോഭത്തിന്റെ പേര് ഏക പ്രസ്ഥാനം. നടന്നത് ഉത്തർപ്രദേശിലെ മദാരി പാസയുടെ നേതൃത്വത്തിൽ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നത് കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഉള്ളത്? ഹൈക്കോടതി ജഡ്ജിയാണ്. ഹൈക്കോടതി ജഡ്ജി. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത്? ആസാദ് ദസ്ത. ജയപ്രകാശ് നാരായൺ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്? ചാൽക്കോജൻ കുടുംബം ഗ്രൂപ്പ് 16 ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 17 ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം? ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായത് സൾഫർ. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ്. കണ്ണൂർ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതിനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഗ്രാമലക്ഷ്മി കോഴിയാണ്. കോഴി. ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം? കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. ദാമു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം? ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫറായിസി കലാപമാണ്. ഫറായിസി കലാപം. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പ്. പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായകമായ സസ്യ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ്. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമാ സ്വരാജ് ഭവൻ. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമാ സ്വരാജ് ഭവൻ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥി? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. രാത്രി കാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏതാണ്? രാത്രി കാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോണാണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദ ശില. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്നത് ദ്രാസിലാണ്. ദ്രാസ്. നവജാത ശിശുവിൻ്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്ഡ്സ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ഐസോഹെയ്ഡ്സ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജി. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ വൻകരയിലാണ് ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ CV രാമനാണ്. CV രാമൻ. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖല. രംഗസ്വാമി കപ്പ് ഏത് കളിയുടേതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കിയാണ്. ഹോക്കി. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? കോലാട്ടം തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ്. അഹാഡ്സ് ഏത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അഹാഡ്സ് അട്ടപ്പാടിയാണ്. അട്ടപ്പാടി. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്തിലെ റയോലി. ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ പാർക്ക്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയനാണ് വർഗീസ് കുര്യൻ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാക്കോൾ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം. OV വിജയന്റെ ആദ്യ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം. ആരുടെ നോവലാണ്? OV വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. സിന്നബാർ എന്തിൻ്റെ അയരാണ്? മെർക്കുറിയുടെ അയരാണ് സിന്നബാർ. ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നത് ആക്സോൺ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം വൈറ്റമിൻ ബി. കൊബാൾട്ട്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ആയിരുന്നത്? 63% പ്രദേശങ്ങളാണ്. 63%. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്ഥായി. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത്? ഗാന്ധാരി ഇൻ ബാൽക്കണി, നന്ദലാൽ ബോസ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട്? സ്നെല്ലൻ ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് സ്നെല്ലൻ ചാർട്ട്. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 മൗലിക കടമകൾ 11. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം? ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ സി. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം? 1950. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ്? ശബ്ദ തീവ്രത ഡെസിബൽ ആണ്. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ. ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റ്? ബെൽ. ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റാണ് ബെൽ. ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം? ശ്രവണ സ്ഥിരത. ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ്. 1/10 സെക്കൻഡ്. ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിന്റെ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവിക സമാജം. ആചാരഭൂഷണത്തിന്റെ കർത്താവ്? ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ്? യജമാനൻ വാഗ്ഭടാനന്ദൻ. ആദിഭാഷ? ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ? KP കേശവമേനോൻ. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കി. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്? ഓടയിൽ നിന്ന് കേശവദേവ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നതാണ് പ്രകാശവർഷം. കൊല്ലവർഷം തുടങ്ങിയത് AD 825. AD 825. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. ആംഫോടെറിക്. പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം? പ്രതിധ്വനി 17.2 മീറ്ററാണ്. 17.2 മീറ്റർ. നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിൽ. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് എന്ന്? ലോക പരുത്തി ദിനം ഒക്ടോബർ 7 ഒക്ടോബർ 7. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടകത്തിലാണ്. കർണാടകം. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത? ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണ ദേവി. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏതു ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം? 1865. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാറാണ്. ബാർ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത. ഭാരത് വിധാത എന്നാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം? 1705.
രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്? തത്വബോധിനി വാരികയിലാണ്. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപം 1855. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. ക്രയോജനിക്സ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലോജനുകൾ എന്നാണ്. ഹാലോജനുകൾ. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ടുകൾ എന്നാണ്. റിട്ടുകൾ. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. റയട്ട് വാരി വ്യവസ്ഥ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 1957. 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം? കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയെയാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെ. ദ ബ്രോക്കൺ വിങ്സ് രചിച്ചത്? ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ? മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബനിസം. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്? ഗ്രെയിൻ ആൽക്കഹോൾ ഈഥെയിൽ ആൽക്കഹോൾ ആണ്. ഈഥെയിൽ ആൽക്കഹോൾ. ഹരിതഗൃഹവാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംബിയർ. ലോക റേഡിയോ ദിനം? ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന? കലിംഗ പുരസ്കാരം നൽകുന്നത് യുനെസ്കോയാണ്. 0° അക്ഷാംശരേഖ അറിയപ്പെടുന്നത്? 0° അക്ഷാംശരേഖ ഭൂമധ്യരേഖ. 0° രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ്? ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആകെ ഗ്രൂപ്പുകൾ 18. ഉദ്യാനവിരുന്ന് രചിച്ചത്? ഉദ്യാനവിരുന്ന് എന്ന കൃതി പണ്ഡിറ്റ് കറുപ്പൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 1936 നവംബർ 12. SNDP യോഗത്തിന്റെ ആസ്ഥാനം? SNDP യോഗം ആസ്ഥാനം കൊല്ലം. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗം. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള? പരുത്തി. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ. ആധുനിക മനു ഡോക്ടർ അംബേദ്കർ. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് പൂക്കോട്ടൂർ. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്? യൂട്രോഫിക്കേഷൻ. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു? വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖല. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ.
തലച്ചോറിൻ്റെ സംരക്ഷണ കവചമാണ് മെനിഞ്ചസ്. തലച്ചോറിൻ്റെ സംരക്ഷണ കവചം മെനിഞ്ചസ്. വൃക്കയിലെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം. വൃക്കയിലെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ. വിറകു കത്തുന്ന പ്രവർത്തനം. വിറകു കത്തുന്ന പ്രവർത്തനം രാസമാറ്റം. ഉരുകിയ ലാവയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ജിയോതെർമൽ എനർജി. ജിയോതെർമൽ എനർജി എന്നറിയപ്പെടുന്നത് ഉരുകിയ ലാവയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ ആണ്. ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം, ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി. ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലി. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഫ്ലോറിക്കൾച്ചർ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സാലിം അലി. പാല് തൈരാകുമ്പോൾ ഉണ്ടാകുന്ന പുളി രുചിക്ക് കാരണമാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല നിറം. അന്നജം ഏത് ലായനിയുമായിട്ടാണ്? അയഡിൻ ലായനി. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം മാർച്ച് 22. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ് ആണ് ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.